ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഇന്ന് രാവിലെ ഞാനൊരു ഉണ്ടെന്ന് ഞാൻ രാവിലെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്തൊന്ന് ഫ്രഷായിട്ടൊന്ന് കഴുകി ഒന്ന് മസാല ഒക്കെ ഇടണം കേട്ടോ. അതിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാനാണ്. പിന്നെ നമുക്ക് ഐക്കോറ, അതായത് നമ്മുടെ നെമ്മീൻ, അറബിയിൽ സനാത്ത് എന്ന് പറയും. പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം, ഒന്ന് ഫ്രഷായിട്ടൊന്ന് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിക്കണം കേട്ടോ. ഞാനങ്ങനെ മീനൊന്നും വെട്ടി പ്രാക്ടീസ് അല്ല, എന്നാലും ഇന്ന് ഒന്ന് വെട്ടി പഠിക്കുകയാണ് കേട്ടോ. നെമ്മീനായിട്ട് വലുതായിട്ടൊന്നും നല്ലോണം ഒന്ന് ചെത്തയും പറക്കൊന്നും വേണ്ട, കാരണം അത് ഫ്രഷാണ്. വാലും അതിൻ്റെ സൈഡിലത്തെ ചിറക് വെട്ടിയാൽ മതി. നല്ല ഫ്രഷ് ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി നമ്മൾ മീനൊക്കെ വെച്ചിട്ട്, മട്ടനും ചിക്കനൊക്കെ അല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫ്രഷ് ഐക്കോറ വാങ്ങി ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ്. നല്ല ഫ്രഷ് ആണ് കേട്ടോ, കണ്ടില്ലേ ഇങ്ങനെയൊക്കെ നല്ല ഫ്രഷ് ഐക്കോറ. നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിക്കാം. 10 മണിക്കാറുണ്ട്, 10 പീസാക്കണം. കണ്ടില്ലേ, ഈ വലിപ്പത്തിലാണ് ഞാൻ മുറിച്ച് ഓരോ പീസ് ഓരോരുത്തർക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ല വൃത്തിയായി വരച്ച് കഴുകി ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാല പിടിപ്പിക്കണം. മസാല നമുക്ക് നോക്കാം. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, കാശ്മീരി ഫിൽഫിൽ, പിന്നെ മീൻ മസാല, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ നല്ലോണം കൂട്ടി കുഴയ്ക്കുക കേട്ടോ. മസാല കുഴച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ച മീൻ അതിൻ്റെ കൂടെ നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം. മീൻ മസാലയൊക്കെ പിടിച്ചു. 1 മണിക്കൂർ വരെ മസാല പിടിക്കുന്നത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത മസാല, അതായത് ബിരിയാണിക്കുള്ള നമുക്ക് മസാല റെഡിയാക്കണം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് ചോറ് വയ്ക്കാനുള്ളതാണ് കേട്ടോ, ബിരിയാണി ചോറ് അതിലേക്കുള്ളത്. പിന്നെ അരിയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്, മീൻ മസാലയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളിയൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഉള്ളിയെ ഒന്ന് വാട്ടിയെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ബിരിയാണിക്കാണ്. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പട്ട, ഏലക്ക, ഗ്രാമ്പ് അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് മീൻ പൊരിക്കാനുള്ള എണ്ണയാണ്. ഒറ്റ സ്റ്റെപ്പിലെല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ചൂടായി, മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇടുന്നുണ്ട്. 2 സ്റ്റെപ്പിലായിട്ട് പൊരിക്കാനേ പറ്റുള്ളൂ, എണ്ണം കൂടുതലുണ്ട്. അതുമല്ല മീൻ ഇത്തിരി കനത്തിലാണ് മുറിച്ചത്. ഉള്ളവർക്ക് ചെറുതായിട്ട് ചെയ്യാവില്ല, കാരണം ഓരോ പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. 10 പണിക്കാറുണ്ടല്ലേ. അപ്പം നമുക്കിനി ഉള്ളി വാടിയാൽ നോക്കാം. ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി അതിന് ഞാൻ ഒരു 4 തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഈ തക്കാളി ഉള്ളിയും കൂടെ നല്ലോണം ഒന്ന് വാടി വരണം. ഒരു സ്റ്റെപ്പ് മീൻ ഫ്രൈ ആയിട്ടുണ്ട്, അതിനെ മാറ്റി വയ്ക്കാം. ഇനി അടുത്ത മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. മസാല ഞാൻ ഇടുന്നുണ്ട്. അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീൻ മസാല ഇതെല്ലാം കൂടെ ഇടുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് കൂടെ ഞാൻ ഇടും, ഇത്തിരി കളർ കിട്ടാം മസാലയ്ക്ക്. ഇതിൽ ബിരിയാണി മസാലയും കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ മസാലയിൽ. അപ്പോൾ നമുക്ക് മസാല റെഡി ആയിട്ടുണ്ട്. ഒന്ന് ക്ലിക്കാവണം. അപ്പോൾ മീൻ 2ാം സ്റ്റെപ്പും ആയി വരുന്നുണ്ട് കേട്ടോ. മസാല റെഡി ആയിട്ടുണ്ട്.
കുറച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫിഷ് ബിരിയാണി, അതായത് നെമ്മീൻ ബിരിയാണിക്ക്, ഐക്കോറ ബിരിയാണിക്ക് മസാല റെഡി ആയിട്ടുണ്ട്. മീനും ഫ്രൈ ചെയ്ത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഊറ്റണം. വെന്തിട്ടുണ്ടെങ്കിൽ ചോറ് നമുക്ക് ഊറ്റണം കേട്ടോ. ചോറ് ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ദമ്മിടാം. ആദ്യം ഒരു സ്റ്റെപ്പിൽ നമുക്ക് ചോറ് നിരത്തിയിട്ട് അതിൻ്റെ കൂടെ നമുക്ക് മസാല ഒന്ന് ഇടാം. മസാല 4 സൈഡും കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് മീൻ പൊരിച്ച എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സ്മെല്ല് വരാൻ കണക്കാക്കി മീൻ ഫ്രൈ ചെയ്ത എണ്ണയാണ്. കുറച്ച് ഞാൻ ചെറുതായിട്ട് കുറച്ച് മഞ്ഞ കളർ ഇടുന്നുണ്ട് കേട്ടോ. കളർ ഇട്ടേ പിന്നെയും ചോറ് നമ്മൾ അതിൻ്റെ മീതെ സെറ്റാക്കുക. 3 സ്റ്റെപ്പ് ഞാൻ ഇടും കേട്ടോ. അങ്ങനെ മസാലയൊക്കെ റെഡിയാക്കി ഫ്രൈ ചെയ്ത മീനെ ഞാൻ ചോറിൻ്റെ മീതെ 4 സൈഡും ഒന്ന് ദമ്മിട്ട് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് ഞാൻ ദമ്മിടുന്നുണ്ട് കേട്ടോ. എങ്കിലേ മീനിൻ്റെ മണവും ചോറും എല്ലാം കൂടി സെറ്റായി വരും. ഞാനൊരു അലുമിനിയം ഫോയിലിൽ ഞാൻ ദമ്മിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഐക്കോറ ബിരിയാണി ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ പണിക്കാർക്കാണ് കേട്ടോ. ദമ്മ് പൊളിക്കുന്നുണ്ട്. ചോറൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മീനൊക്കെ സെറ്റായി, മസാലയിൽ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് മീനെ മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.